ശാന്തി 19/4/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/12/2009 മധുബൻ. പരിവാരത്തോടൊപ്പം പ്രീതി നിറവേറ്റുന്നതിനായി നോളജ്ഫുൾ ആയി ബാബയ്ക്ക് സമാനം സാക്ഷി അവസ്ഥയുടെ സ്ഥിതിയിൽ ഇരിക്കണം. ബാബ സ്വയം, ഡ്രാമ, പരിവാരം നാലിലും നിശ്ചയബുദ്ധിയായി വിജയി ആകണം. ഇന്ന് സമർത്ഥനായ ബാബ തൻ്റെ സമർത്ഥരായ കുട്ടികളെ നോക്കുകയാണ്. കാരണം ഓരോ കുട്ടിയും സ്നേഹത്താൽ ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ പുരുഷാർത്ഥം വളരെ താൽപ്പര്യത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു. ഹൃദയത്തിൽ കുട്ടികളുടെ ഗീതം പാടുന്നു. ആഹാ കുട്ടികളെ, ആഹാ! കാരണം കുട്ടികൾ ബാബയുടെയും ശിരസിലെ കിരീടമാണ്. നോക്കൂ, കുട്ടികളുടെ പൂജ ഡബിൾ രൂപത്തിൽ ഉണ്ടാകുന്നു. ബാബയുടെ പൂജ ഒരു രൂപത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടികൾ ബാബയെക്കാളും ബാബയിലൂടെ മുന്നോട്ട് പോകുന്നു. അതിനാൽ ബാബ കുട്ടികളുടെ പുരുഷാർത്ഥം കണ്ട് സന്തുഷ്ടമാണ്. നമ്പർ വൈസ് തന്നെയാണ്, എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അമൃതവേളയിൽ 4 ഭാഗത്തുമുള്ള കുട്ടികളിൽ ജ്ഞാനത്തിൻ്റെ ഫൗണ്ടേഷനായ ഒരു കാര്യം നോക്കി. ഫൗണ്ടേഷനാണ് നിശ്ചയം. നിശ്ചയബുദ്ധി വിജയി എന്ന് പറയപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും നിശ്ചയം നോക്കി. എല്ലാവർക്കും നമ്പർ വൈസായി ബാബയിൽ നിശ്ചയം തീർച്ചയായും ഉണ്ട്. അതിൻ്റെ അടയാളമാണ് എല്ലാവരും ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയുടേതായി മാറി. ഇവിടെയും ബാബയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി വന്നിരിക്കുകയാണ്. ബാബയിൽ ഓരോ കുട്ടിക്കും മുറിയാത്ത നിശ്ചയം ഉണ്ട്. എന്നാൽ ബാബയോടൊപ്പം മറ്റ് നിശ്ചയങ്ങളും ഉറച്ചതായിരിക്കണം. അതാണ് സ്വയം തന്നിൽ നിശ്ചയം. അതിനോടൊപ്പം ഡ്രാമയിൽ നിശ്ചയം, പരിവാരത്തിൽ നിശ്ചയം. ഈ 4 പ്രകാരത്തിലുള്ള നിശ്ചയത്തിൽ ഉറച്ചതായിരിക്കുക എന്നാൽ നിശ്ചയബുദ്ധി വിജയന്തിയാവുക എന്നർത്ഥം. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഈ 4 നിശ്ചയത്തിൽ ഉറച്ചതാണോ? ബാബയെക്കുറിച്ച് എല്ലാവരും പറയുന്നു, എൻ്റെ ബാബ, ഞാൻ ബാബയുടേതാണ്. ബാബയെ എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ബാബയുടെ പൂർണ്ണ അധികാരം പ്രാപ്തമാക്കി. സദാ ബാബയിലൂടെ അധികാരിയായി മാറി സർവ ഖജനാവുകളുടെയും അധികാരി ആയി. അതിനോടൊപ്പം സ്വയം തന്നിലും നിശ്ചയം ആവശ്യമാണ്. എന്തുകൊണ്ട്? അഥവാ സ്വയം തന്നിൽ നിശ്ചയമില്ലെങ്കിൽ നിരാശമായി പോകുന്നു. സ്വയം തന്നിൽ നിശ്ചയം ഇതാണ്: ഞാൻ ബാബയിലൂടെ സ്വമാനധാരിയാണ്, സ്വരാജ്യ അധികാരിയാണ്. സ്വയം ബാബ എനിക്ക് എത്ര സ്വമാനങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോരോ സ്വമാനത്തെയും സ്മൃതിയിൽ കൊണ്ടുവരൂ. അപ്പോൾ എത്ര ലഹരി കയറുന്നു. ഇക്കാലത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ടൈറ്റിൽ ലഭിക്കുകയാണെങ്കിൽ അതും തൻ്റെ ഭാഗ്യമായി കരുതുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങൾക്ക് ഓരോരോ സ്വമാനവും ആരാണ് നൽകിയത്? സ്വയം ബാബ്ദാദ ഓരോ കുട്ടിയെയും സ്വമാനധാരിയാക്കി മാറ്റി. ഓരോരോ സ്വമാനത്തെയും ഓർമ്മിച്ചുകൊണ്ട് സന്തോഷത്തിൽ പറക്കുന്നു. അപ്പോൾ സ്വയം തന്നിലും സദാ നിശ്ചയത്തിൻ്റെ ഇത്രയും ലഹരി ഉണ്ടായിരിക്കണം. ഞാൻ ബാബയിലൂടെ സ്വരാജ്യ അധികാരിയും സ്വമാന അധികാരിയും കോടിയിൽ ഒരാളായ ആത്മാവാണ് എന്ന്. ഏതുപോലെ ബാബയിൽ നിശ്ചയമുണ്ടോ, അതിനോടൊപ്പം സ്വയം തന്നിലും നിശ്ചയം ആവശ്യമാണ്. കാരണം അഥവാ സ്വയം തന്നിൽ നിശ്ചയമുണ്ടെങ്കിൽ എവിടെ നിശ്ചയമുണ്ടോ അവിടെ ഓരോ കർമ്മത്തിലും നിശ്ചയബുദ്ധി, അർത്ഥം സ്വമാനധാരിയും
വിജയിയുമാണ്. നിശ്ചയത്തിൻ്റെ അർത്ഥം തന്നെ സഫലത എന്നാണ്. നമുക്ക് ബാബയിൽ നിശ്ചയമുണ്ട് എന്നത് പോരാ. ബാബയിലുണ്ട് എന്നത് വളരെ നല്ലതാണ്. എന്നാൽ ബാബയോടൊപ്പം സ്വയം തൻ്റെ ലഹരിയും ആവശ്യമാണ്. ഞാൻ ആരാണ്? ഓരോരോ സുമാനത്തെയും ഓർമ്മിക്കൂ. അപ്പോൾ നിശ്ചയവും ലഹരിയും താങ്കളുടെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും കാണപ്പെടുന്നുണ്ട്, കാണപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനോടൊപ്പം മൂന്നാമത്തെ കാര്യമാണ്, ഡ്രാമയിലും നിശ്ചയം വളരെ ആവശ്യമാണ്. കാരണം ഡ്രാമയിൽ സമസ്യകളും വരുന്നു, സഫലതയും ഉണ്ടാകുന്നു. അഥവാ ഡ്രാമയിൽ ഉറച്ച നിശ്ചയം ഉണ്ടെങ്കിൽ ഡ്രാമയുടെ നിശ്ചയത്തിലൂടെ ആരാണോ നിശ്ചയബുദ്ധി, അവർ സമസ്യയെ പരിഹാര സ്വരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. കാരണം നിശ്ചയം എന്നാൽ വിജയം എന്നർത്ഥം. അപ്പോൾ ആരുടെ മേലാണ് വിജയി ആകുന്നത്? പരിവർത്തനം ചെയ്യുന്നതിൽ ഒരു സെക്കൻഡിൽ സമസ്യ പരിവർത്തനപ്പെട്ട് പരിഹാര രൂപമായി മാറുന്നു. ചഞ്ചലതയിൽ വരില്ല, അചഞ്ചലമായിരിക്കും. കാരണം ഡ്രാമയുടെ ജ്ഞാനത്തിലൂടെ അചഞ്ചലവും ആടാത്തവരുമായി മാറുന്നു. ഈ ഒരു നിശ്ചയമുണ്ടായിരിക്കും, ഞാൻ തന്നെ കൽപ്പത്തിന് മുൻപും പരിഹാര സ്വരൂപം, അതായത് സഫല ആത്മാവ് ആയിരിക്കുകയാണ്. കൽപ്പത്തിനു ശേഷവും ഞാൻ തന്നെ ആകും. അപ്പോൾ ഈ ഡ്രാമയിലുള്ള നിശ്ചയം ലഹരിയെ ഉറപ്പിക്കുന്നു. അഭിമാനം ഉണ്ടായിരിക്കും, ലഹരി ഉണ്ടായിരിക്കും. ഞാൻ ആയിരുന്നു, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ ആകും. അതിനാൽ ഈ പുരുഷാർത്ഥി ജീവിതത്തിൽ ഡ്രാമയുടെ നിശ്ചയവും ആവശ്യമാണ്. അതിനോടൊപ്പം നാലാമത്തേതാണ് പരിവാരത്തിലുള്ള നിശ്ചയം. കാരണം ബാബ വന്നപ്പോൾ തന്നെ പരിവാരത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ഏതുപോലെ ബാബയിൽ നിശ്ചയമുണ്ടോ അതേപോലെ പരിവാരത്തിലും നിശ്ചയം ആവശ്യമാണ്. കാരണം പരിവാരം ആരുടേതാണ്? ഇത്രയും വലിയ പരിവാരം മറ്റാർക്കെങ്കിലും ഉണ്ടാവുക സാധ്യമാണോ? പരിവാരത്തിൽ നിശ്ചയം ആവശ്യമാണ്. കാരണം ഇത്രയും വലിയ പരിവാരം വിശ്വത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ ചെക്ക് ചെയ്യൂ, നിങ്ങളുടെ അത്രയും ഉള്ള കുടുംബം വിശ്വത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? പരിവാരത്തിൻ്റെ രീതിയിൽ ഒരു ഡിവൈൻ ഫാദറിന് പോലും ഇല്ല. അവിടെ ഫോളോവേഴ്സാണ്. ഇവിടെ പരിവാരമാണ്. പരിവാരത്തോടൊപ്പം തന്നെ സേവനത്തിലും സംബന്ധത്തിലും ഇരിക്കുന്നത്. നമുക്ക് ബാബയുമായി മാത്രമാണ് കണക്ഷൻ, പരിവാരമില്ലെങ്കിൽ എന്താ എന്നത് പാടില്ല. പരിവാരത്തോടുള്ള നിശ്ചയം താങ്കൾക്ക് 21 ജന്മം തുടരേണ്ടതുണ്ട്, അറിയുന്നുണ്ടല്ലോ. പരിവാരത്തിൻ്റെ കൂടെ തന്നെ സംബന്ധത്തിലേക്ക് വരുന്നതിലൂടെ അറിയാൻ കഴിയും, ഞാൻ ഇത്രയും വലിയ പരിവാരത്തിൽ എല്ലാവരോടും നിശ്ചയബുദ്ധിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിവാരത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ അറ്റൻഷൻ നൽകേണ്ടി വരുന്നു. പരിവാരത്തിൽ ഓരോരുത്തരുടെയും സംസ്കാരം വ്യത്യസ്തമാണ്, ആയിരിക്കുകയും ചെയ്യും. താങ്കളുടെ സ്മാരകമായ മാലയുണ്ട്. മാലയിൽ നോക്കൂ, 1-ാം നമ്പർ എവിടെ, 108-ാം നമ്പർ എവിടെ? കാരണം പരിവാരത്തിൽ ഭിന്ന ഭിന്ന സംസ്കാരമാണുള്ളത്. അപ്പോൾ ഇത്രയും വലിയ പരിവാരത്തിൽ മുന്നോട്ട് പോകവേ സംസ്കാരങ്ങളെ മനസ്സിലാക്കി പരസ്പരം ഒരു പരിവാരം, ഒരു ബാബ, ഒരു രാജ്യം, ഇങ്ങനെ ഒന്നായി നടക്കണം. പരിവാരത്തിൽ ഏതുപോലെ വലിയ പരിവാരമാണോ അതേപോലെ തന്നെ പരസ്പരം വിശാല ഹൃദയമായിരിക്കണം. ഓരോരുത്തരെ പ്രതിയും ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സ്ഥിതി ചെയ്ത് നടക്കണം. കാരണം കുടുംബത്തിനിടയിൽ തന്നെയാണ് സ്വഭാവ സംസ്കാരങ്ങൾ വരുന്നത്. പക്ഷേ
പരിവാരവുമായി എന്തു തന്നെയായിരുന്നാലും ബാബയുമായി ഉണ്ടല്ലോ എന്ന് ആരെങ്കിലും കരുതുന്നു എന്നിരിക്കട്ടെ. പക്ഷേ ഇവിടെ ധർമ്മവും രാജ്യവും രണ്ടിൻ്റെയും സ്ഥാപനയാണ്, ധർമ്മം മാത്രമല്ല. മറ്റ് ധർമ്മപിതാക്കൾ ആരെല്ലാം വന്നുവോ അവരുടേത് ധർമ്മം മാത്രമാണ്, രാജ്യമല്ല. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്കേവർക്കും രാജ്യവും ഭരിക്കണം. അപ്പോൾ രാജ്യത്തിൽ പരിവാരത്തിൻ്റെ ആവശ്യകതയുണ്ട്. 21 ജന്മം ഭിന്ന ഭിന്ന രൂപങ്ങളിലൂടെ പരിവാരത്തിൻ്റെ കൂടെ കഴിയുക തന്നെ വേണം. പരിവാരത്തെ ഉപേക്ഷിച്ച് എവിടെയും പോകാൻ സാധിക്കില്ല. അപ്പോൾ ചെക്ക് ചെയ്യൂ. ഇങ്ങനെ വിചാരിക്കരുത്, ബാബയ്ക്കും അറിയാം, എനിക്കും അറിയാം, ബാബയുമായി തന്നെയാണ് കാര്യങ്ങളുള്ളത്. പക്ഷേ അഥവാ ഈ 4 നിശ്ചയങ്ങളിൽ ഒരു നിശ്ചയത്തിൻ്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ ചഞ്ചലതയിൽ വന്നു പോകും. സേവനത്തിൽ സഹചാരിയാകണം. ബാബയാണെങ്കിൽ സകാശ് നൽകുന്നവനാണ്. എന്നാൽ സഹചാരി ആരാണ്? സാകാരത്തിൽ കൂട്ടുകെട്ട് പരിവാരവുമായാണ്. അപ്പോൾ ബാബ കണ്ടത് ഇതാണ്: 3 നിശ്ചയത്തിൽ മെജോറിറ്റിയും ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിവാരത്തിൻ്റെ കൂടെ നിറവേറ്റുന്നതിൽ, സംസ്കാരം യോജിപ്പിക്കുന്നതിൽ, പരസ്പരം മംഗളത്തിൻ്റെ ഭാവനയോടെ നോക്കുകയും നടക്കുകയും ചെയ്യുന്നതിൽ പല കുട്ടികളും യഥാശക്തി ആയി പോകുന്നു. എന്നാൽ ബാബ കണ്ടു, ആരാണോ പരിവാരത്തിൻ്റെ നിശ്ചയത്തിൽ നോളജ്ഫുള്ളായി സദാ ബാബയ്ക്ക് സമാനം സാക്ഷി അവസ്ഥയുടെ സ്ഥിതിയിലിരുന്നു കൊണ്ട് സംബന്ധത്തിൽ വരുന്നത്, ഇരിക്കുന്നത്, അവർ തന്നെയാണ് നമ്പർ 1, അല്ലെങ്കിൽ നമ്പർ 1 ഡിവിഷനിൽ വരുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഭാവ സ്വഭാവങ്ങൾ പരിവാരത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളും ഉണ്ടാകുന്നു, വിഘ്നം വരുന്നു. അവയെല്ലാം പരിവാരത്തിൻ്റെ സംബന്ധത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ആവശ്യമായത് ഈ പരിവാരത്തിൻ്റെ സംബന്ധത്തിൽ പാസ്സാവുക എന്നാണ്. അഥവാ പരിവാരത്തിൻ്റെ കൂടെ നടക്കുന്നതിൽ, ബന്ധം നിറവേറ്റുന്നതിൽ ഏതെങ്കിലും കുറവ് ഉണ്ടാകുന്നുവെങ്കിൽ ആ വിഘ്നം ചെറുതായാലും വലുതായാലും ശല്യം ചെയ്യുന്നു. ഇത് എന്തുകൊണ്ട്, ഇത് എങ്ങനെ എന്നത് പരിവാരത്തിൻ്റെ കണക്ഷനിൽ വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എന്നതിന് പകരം എന്തുകൊണ്ട് എന്ന് പറയരുത്, മറിച്ച് നമുക്ക് ഒന്നിച്ച് നടക്കണം, പരിവാരത്തോട് പ്രീതി നിറവേറ്റണം. കാരണം ഇത് ബാബയുടെ പരിവാരമാണ്, ഭഗവാന്റെ പരിവാരമാണ്, സാധാരണ പരിവാരമല്ല. ഈ ലഹരി ഉണ്ടായിരിക്കണം. ആഹാ ബാബ, ആഹാ ഡ്രാമ, ആഹാ ഞാൻ, ആഹാ പരിവാരം. ശരിയല്ലേ? ചെക്ക് ചെയ്യുന്നുണ്ടോ? 4ലും പാസ്സാണോ? 4ലും 1ൽ പോലും കുറവ് പാടില്ല. ചെക്ക് ചെയ്യൂ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ. കാരണം വിജയി ആകുന്നതിൻ്റെ ഉപാധി തന്നെ ഇതാണ്. പരിവാരത്തിനിടയിൽ തന്നെയാണ് സംസ്കാരങ്ങൾ പുറത്തു വരുന്നത്. ആ സംസ്കാരങ്ങളെ യോജിപ്പിക്കണം. സ്വയം തന്നെയും പരിവർത്തനപ്പെടുത്തണം. പരിവാരത്തെയും ഇത്ര ഉയർന്ന ദൃഷ്ടിയോടെ നോക്കണം. ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, ബാബ്ദാദ ലാസ്റ്റ് കുട്ടിയെപ്പോലും അതിഭാഗ്യവാനായാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? ഭഗവാനെ തിരിച്ചറിയുന്നത്, സാധാരണ രൂപത്തിൽ ബാബയെ തിരിച്ചറിയുന്നത്, അത് ഇത്ര വലിയ 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 മഹാത്മാക്കൾക്ക് പോലും തിരിച്ചറിയുവാൻ സാധിച്ചില്ല. എന്നാൽ ബാബ്ദാദയുടെ ലാസ്റ്റ് കുട്ടി പോലും എൻ്റെ ബാബ എന്ന് പറഞ്ഞു. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയുന്നു. അപ്പോൾ ബാബ്ദാദ എങ്ങനെയാണോ ലാസ്റ്റ് കുട്ടിയുടെ പോലും വിശേഷതയെ നോക്കിയത്, ഏതുപോലെയാണോ മറ്റു കുട്ടികൾക്ക് സ്നേഹവാത്സല്യവും സ്നേഹസ്മരണയും നൽകുന്നത്, അതേപോലെ ലാസ്റ്റ് കുട്ടികൾക്കും നൽകുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, 3ലും ശരിയാണോ
അതോ 4-ലും ശരിയാണോ? അതോ 2-ൽ ശരിയാണോ? അതോ 1-ലാണോ ശരിയായിരിക്കുന്നത്? ചെക്ക് ചെയ്തോ? ഞാൻ 4 നിശ്ചയത്തിലും ബാബ, താങ്കൾ, ഡ്രാമ, പരിവാരം 4 നിശ്ചയത്തിലും ശരിയാണ് എന്നാര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. ശരിയാണോ? നല്ലത്, ശരിയാണ്. പരീക്ഷ നടത്തട്ടെ? ശരി, കൈ ഉയർത്തൂ. ശരി, പരിവാരത്തിൻ്റെ കാര്യത്തിൽ പാസ്സാണോ? പരിവാരത്തിൻ്റെ സംബന്ധത്തിൽ വരണം. കാരണം പരിവാരത്തെ ഉപേക്ഷിച്ച് എവിടെയും പോവുകയില്ല. കഴിയുക തന്നെ വേണം, നിറവേറ്റുക തന്നെ വേണം. അപ്പോൾ ഇതിൽ പാസ്സാണോ? ഇടയ്ക്ക് ഇങ്ങനെ തോന്നുന്നു, ഇത് നടന്നില്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ. ഇവർ എന്തുകൊണ്ട് ചെയ്യുന്നു? ഇതെന്തുകൊണ്ട് നടക്കുന്നു? ഈ സങ്കല്പം വരുന്നു. പൂർണ്ണമായും പരിവാരത്തിൻ്റെ ലഹരിയും 4 നിശ്ചയവുമുള്ളവർ ഇങ്ങനെയും അങ്ങനെയും സങ്കല്പിക്കുക പോലുമില്ല. ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് സങ്കല്പത്തിൽ വന്നാൽ പോലും എന്തുകൊണ്ട്, എന്ത് എന്നത് എന്നെ കുലുക്കരുത്, മൂഡ് മാറ്റരുത്. ഇതിനെയാണ് 4-ലും പാസ് എന്ന് പറയുന്നത്. കൈ ഉയർത്തി ബാബ്ദാദയെ സന്തോഷിപ്പിച്ചു. എന്നാൽ ബാബ്ദാദയ്ക്ക് ഈ പരിവാരത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു, കാണേണ്ടി വരുന്നു. പൂർണ്ണമായും വിശാല ഹൃദയം ഉണ്ടായിരിക്കണം. എല്ലാവരെയും ശുഭഭാവനയിലൂടെയും ശുഭകാമനയിലൂടെയും നേരെയാക്കണം. കാരണം പരിവാരം തന്നെ ഒന്നാണ്. ഏകമതമായി നടക്കണം, നടത്തിക്കുകയും വേണം. കേവലം നടന്നാൽ പോരാ, നടത്തിക്കുകയും വേണം. അതിനാൽ ബാബ്ദാദ ഈ കാര്യത്തിന്മേൽ അറ്റൻഷൻ വരുത്തുകയാണ്. പരിവാരത്തിൽ ആരാണോ ഏതൊരു ചഞ്ചലതയിലും പാസ് ആകുന്നത്, വ്യർത്ഥം നടക്കാത്തത്, അവർ മറ്റുള്ളവരെ ഇങ്ങനെയാക്കി മാറ്റണം. ഇപ്പോൾ അവരവരുടെ സെൻറ്ററിൽ നിങ്ങൾ എത്ര പേരാണുള്ളത്? ഏറ്റവും കൂടുതൽ 25 മുതൽ 50 വരെ. ഇത്രയും ഉണ്ടായിരിക്കില്ല, എന്നാൽ വലിയ സ്ഥാനമാണ് എന്നിരിക്കട്ടെ. അതിലും 50-60 പേർ. ശരി, കൂടിപ്പോയാൽ 100 പേരുണ്ടെന്ന് വിചാരിക്കൂ. ഇത്രയുമില്ല, എന്നാൽ അങ്ങനെ വിചാരിക്കൂ. അപ്പോൾ ബാബ്ദാദ എല്ലാ സെൻറ്റേഴ്സിലെയും കുട്ടികളെ ലാസ്റ്റിലെ ആളെപ്പോലും തനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നയിച്ചു. സ്നേഹത്തിൻ്റെ അടയാളമാണ്. ദിവസവും ബാബ്ദാദ സ്നേഹസ്മരണകൾ എന്താണ് നൽകുന്നത്? മധുരമായ എന്നാണ്. കയ്പുള്ളവരുമുണ്ട് എന്നറിയുന്നുണ്ട്. എന്നാൽ മധുരമുള്ളതും കയ്പുള്ളതുമായ എന്ന് എപ്പോഴെങ്കിലും സ്നേഹസ്മരണയിൽ പറഞ്ഞിട്ടുണ്ടോ? അവരെയും ഓമനകൾ എന്ന് പറയുന്നു. വെറുതെ പറയുക മാത്രമല്ല, എന്നാൽ എൻ്റെ കുട്ടിയാണ്, എൻ്റേത് എന്ന ഭാവത്തോടെ നയിക്കുന്നു. കാരണം ഡ്രാമയിൽ, മാലയിൽ എല്ലാവരും 1-ാം നമ്പറല്ല. ഇതാണ് റിസൾട്ട്. സംസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും, ആവുകയും വേണം. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും രാജാവായി മാറിയേനെ. പ്രജ ആരാകും? രാജ്യം ആരുടെ മേൽ ഭരിക്കും? നല്ല പ്രജകളും വേണം. റോയൽ പ്രജ രാജധാനിയാണല്ലോ. ഇങ്ങനെ ഓരോരുത്തരും സ്വയം തന്നെ ചെക്ക് ചെയ്യണം. പരിവാരത്തിൽ ആരുടെയെങ്കിലും കാര്യത്തിൽ സംസ്കാരം മോശമാണെന്നിരിക്കട്ടെ, എന്നാൽ എൻ്റെ സംസ്കാരം എന്താണ്? അഥവാ മോശമായതിനെ കാണുമ്പോൾ എൻ്റെ സംസ്കാരവും മോശമായി പോവുകയാണെങ്കിൽ ഞാനും മോശമാവുകയാണ് ചെയ്തത്. മോശമായത് നല്ലതിനെയും മാറ്റിക്കളയുന്നു. ബാബ സ്ഥാപനയുടെ സമയത്ത് 350-400 പേരെ ഒരുമിച്ച് പരിപാലിച്ചു. ഇപ്പോൾ ആർക്കും ഇത്രയും ഒരുമിച്ച് കഴിയുന്ന പരിവാരമില്ല. ശരി, ഡ്യൂട്ടി വേറെ വേറെയാണ്. എന്നാൽ ആ ഡ്യൂട്ടി ഉണ്ട്, പരിവാരത്തിലും ഡ്യൂട്ടി ഉണ്ട്.
സാധാരണ പരിവാരമോ സാധാരണ ഡ്യൂട്ടിയോ സാധാരണ രീതിയിൽ ദിനചര്യ കഴിച്ചുകൂട്ടുന്നതോ അല്ല. വേറിട്ടതും പ്രിയപ്പെട്ടതുമായ പരിവാരമാണ്. ഇതിൽ ഡിസ്റ്റർബ് ആകുമ്പോൾ ഒഴിവ് പറയുന്നു. ഇവർ ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇത് ചെയ്തു, അപ്പോൾ ഇതുണ്ടായി. എന്നാൽ ബാബയുടെ മുന്നിലും എതിർപ്പുകൾ ഉണ്ടായില്ലേ? ഓടിപ്പോകുന്നവരുമായില്ലേ? ഇത് ഒപ്പോസിഷനല്ലേ? പക്ഷേ എന്നിട്ടും ബാബ പറഞ്ഞു, ആരെങ്കിലും ഓടിപ്പോകുന്നവരായാൽ പോലും ടോളി അയച്ചു കൊടുക്കൂ, അവരെ വിളിക്കുവാൻ പരിശ്രമിക്കൂ, സർവീസ് ചെയ്യൂ, ഓർമ്മിപ്പിക്കൂ. ഇതേപോലെ 4 നിശ്ചയത്തിലും പാസ്സാകണം. അതോ 3-ലും 2-ലുമാണോ? നമ്പർ 1 ആകണം. ഇതിനു വേണ്ടി വിനാശത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നിട്ടും ഇപ്പോൾ വിനാശം നിലച്ചിരിക്കുകയാണ്. പ്രകൃതിയും ബാബയുടെ അടുത്ത് വരുന്നു. പ്രകൃതിയും പറയുന്നു, ഇപ്പോൾ വളരെയധികം ഭാരമായി കഴിഞ്ഞു. പ്രകൃതി പോലും ഭാരത്തിൽ നിന്നും മുക്തമാകാൻ ആഗ്രഹിക്കുന്നു. മായയും പറയുന്നു, എനിക്കറിയാം, എൻ്റെ പാർട്ട് ഇപ്പോൾ പോകാൻ പോകുന്നു. പക്ഷേ ബ്രാഹ്മണ പരിവാരത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളുമുണ്ട്. അവർ ചെറിയ കാര്യത്തിൽ പോലും എൻ്റെ കൂട്ടുകാരായി മാറുന്നു, എന്നെ ഇരുത്തുന്നു. അപ്പോൾ തൻ്റെ രാജ്യം കൊണ്ടുവരുന്നതിൽ ഈ 4 നിശ്ചയവും പെർസെൻറ്റേജിലാണ്. അതിനാൽ സമയവും നിൽക്കുകയാണ്. ബാക്കി മായയും പ്രകൃതിയും രണ്ടും റെഡിയാണ്. ഇപ്പോൾ പറയൂ, ഓർഡർ ചെയ്യട്ടെ? കുട്ടികൾ അഥവാ എവർ റെഡി അല്ലെങ്കിൽ മായയ്ക്കും പ്രകൃതിക്കും ഓർഡർ ചെയ്യണമോ? കൈ ഉയർത്തൂ. തയ്യാറാണോ? വെറുതെ കൈ ഉയർത്തരുത്. പരീക്ഷ വരും. എവർ റെഡിയാണോ? ഇപ്പോൾ ബാബ്ദാദയ്ക്ക് ഓരോ കുട്ടിയിലും ഈ ഒരു ആശയാണുള്ളത്. എങ്ങനെ എന്നതിനെ മാറ്റി ഇങ്ങനെ എന്നാക്കൂ. എങ്ങനെ ചെയ്യും, എങ്ങനെ ഉണ്ടാകും എന്നത് പാടില്ല. ഇങ്ങനെ എന്നാകണം. എന്ത് ചെയ്യട്ടെ എന്നത് പാടില്ല. ഇങ്ങനെ ചെയ്യാം എന്നാകണം. ഈ ആഗ്രഹം എപ്പോൾ പൂർത്തീകരിക്കും? എത്ര സമയം വേണം? കാരണം എല്ലാവർക്കും തയ്യാറാകേണ്ടതുണ്ട്. അഥവാ താങ്കൾ തയ്യാറാണെങ്കിൽ, കൈ ഉയർത്തിയെങ്കിൽ, അങ്ങനെയുള്ളവരുടെ ജോലി എന്താണ്? അന്യോന്യം തനിക്ക് സമാനം ആക്കി മാറ്റണം. ശരി, ബാബ്ദാദ എല്ലാ സമാചാരങ്ങളുടെയും റിസൾട്ട് കേട്ടു. എന്തെല്ലാം നടന്നുവോ നന്നായി നടന്നു. റിസൾട്ടും നല്ലതാണ്. ഉന്മേഷവും ഉത്സാഹവും ഉണ്ടായിരുന്നു. അതിനാൽ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കൂ. നടക്കുക തന്നെ വേണം, ചെയ്യുക തന്നെ വേണം. സമാപ്തിയെ സമീപം കൊണ്ടുവരൂ. താങ്കൾ അല്പം കുലുങ്ങുകയാണെങ്കിൽ സമാപ്തിയും ദൂരെയായി പോകുന്നു. താങ്കൾക്ക് തന്നെയാണ് സമാപ്തിയെ സമീപം കൊണ്ടുവരേണ്ടത്. കാരണം രാജ്യം ഭരിക്കുന്നവർ തയ്യാറായിട്ടില്ലെങ്കിൽ സമയം എന്തു ചെയ്യുവാനാണ്? അതിനാൽ എല്ലാ ഒഴിവുകഴിവും കാരണം എന്ന വാക്ക് സമാപ്തമാക്കൂ. നിവാരണം മുന്നിൽ കൊണ്ടുവരൂ. കാരണം നിങ്ങളേവരുടെയും ലക്ഷ്യമാണല്ലോ ദുഃഖിതർക്ക് സന്ദേശം നൽകി മുക്തമാക്കണം എന്നത്. അവരെ മുക്തമാക്കാതെ താങ്കൾക്ക് മുക്തിയിലേക്ക് പോകുവാൻ സാധിക്കില്ല. അപ്പോൾ ഇവരെ മുക്തമാക്കൂ. കാരണം ബാബ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ മുഴുവൻ വിശ്വത്തിലെ കുട്ടികൾക്കും സമ്പത്ത് നൽകുമല്ലോ. താങ്കൾക്ക് ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകും. എന്നാൽ എല്ലാവരും കുട്ടികളാണല്ലോ, അവർക്കും സമ്പത്ത് നൽകേണ്ടതുണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള സമ്പത്താണ് മുക്തി. താങ്കൾക്കുള്ള സമ്പത്താണ് ജീവൻ മുക്തി. മുക്തി നൽകാത്തതുവരെയും താങ്കൾക്കും പോകാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി 12 തവണ ഫരിസ്ത രൂപത്തിൻ്റെയും 12 തവണ നിരാകാരി സ്വരൂപത്തിലും സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഡ്രിൽ ചെയ്യൂ. രാവും പകലും കൂടി 24 മണിക്കൂറുണ്ട്.
24 പ്രാവശ്യം ഈ ഡ്രിൽ ചെയ്യണം. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിക്കൊള്ളൂ. ബാബ്ദാദ ഉറങ്ങരുത് എന്ന് പറയുന്നില്ല, ഉറങ്ങിക്കൊള്ളൂ. എന്നാൽ പകൽ സമയത്ത് വർദ്ധിപ്പിക്കൂ. ഏതെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോൾ മുഴുവൻ പകലും ജോലികൾ ചെയ്യുന്നുവല്ലോ, ഉണർന്നിരിക്കുന്നുവല്ലോ. ഇതേപോലെ ഈ ഡ്രില്ലിന് വേണ്ടിയും സമയം കണ്ടെത്തൂ. ശരി. 4 ഭാഗത്തുമുള്ള ബാബയുടെ സ്നേഹികൾക്ക് ആരാണോ സ്നേഹി ആയിരിക്കുന്നത് അവർ തീർച്ചയായും സഹയോഗിയായിരിക്കും. സ്നേഹത്തിൻ്റെ റിട്ടേണായി പ്രത്യക്ഷ രൂപത്തിൽ അവർ ഓരോ കാര്യത്തിലും ശരീരം, മനസ്സ്, ധനം, ജനം എന്നിവയാൽ അന്യോന്യം തീർച്ചയായും സഹയോഗി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹിയും സഹയോഗിയുമായ കുട്ടികൾക്ക് സദാ ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നവർക്ക്, സ്നേഹത്തിലല്ല എന്നാൽ സ്നേഹത്തിൽ ലീനമായിരിക്കുന്നവർക്ക് സദാ ബാബയുടെ സർവ കാര്യങ്ങളിലും സമയവും സങ്കല്പവും വിനിയോഗിക്കുന്നവർക്ക്, കാരണം സംഗമയുഗത്തിൽ സമയത്തിനും സങ്കല്പത്തിനും വളരെ വാല്യൂ ഉണ്ട്. ഒരു ജന്മത്തിൽ അനേകം ജന്മങ്ങളുടെ പ്രാപ്തി ഉണ്ടാക്കുന്നവരാണ് ഇങ്ങനെയുള്ള തീവ്ര പുരുഷാർത്ഥികളും. ഓരോ ഗുണവും ഓരോ ശക്തിയും ഓരോ സമയമനുസരിച്ച് കാര്യത്തിൽ വിനിയോഗിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള ഗുണസമ്പന്നവും ശക്തിസമ്പന്നവുമായ കുട്ടികൾക്ക് വളരെ വളരെയധികം കോടി കോടി മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. വിധാതാവിനോടൊപ്പം വരദാതാവായി സർവ ആത്മാക്കളിലും ബലം നിറയ്ക്കുന്ന ദയാഹൃദയനായി ഭവിക്കട്ടെ. അഥവാ ഏതെങ്കിലും ആത്മാവ് ഇച്ഛിക്കുന്നുണ്ട് എങ്കിലും ധൈര്യം ഇല്ലാത്തത് കാരണം ആഗ്രഹം ഉണ്ടായിട്ടും പ്രാപ്തി ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി വിധാതാവ്, അതായത് ജ്ഞാനദാതാവ് ആകുന്നതോടൊപ്പം ദയാഹൃദയരായി വരദാതാവാകൂ. അവർക്ക് തൻ്റെ ശുഭഭാവനയുടെ എക്സ്ട്രാ ബലം നൽകൂ. എന്നാൽ ഇങ്ങനെയുള്ള വരദാനി മൂർത്തിയാകാൻ സാധിക്കുന്നത് താങ്കളുടെ ഓരോ സങ്കല്പവും ബാബയെ പ്രതി ബലി അർപ്പണം ആകുമ്പോഴാണ്. ഓരോ സമയത്തും ഓരോ സങ്കല്പത്തിലും ഓരോ കർമ്മത്തിലും അർപ്പണമാകും എന്ന് ഏതൊരു വാക്ക് നൽകിയോ അതിനെ പാലിക്കൂ. സ്ലോഗൻ. തൻ്റെ സത്യസ്വരൂപത്തിൻ്റെ സ്മൃതി ഉണ്ടായിരിക്കട്ടെ, അപ്പോൾ സത്യതയുടെ ശക്തി വന്നു ചേരും. അവ്യക്ത സൂചന. മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. ബാബ് ദാദ ഇപ്പോൾ ഓരോരോ കുട്ടിയുടെയും മസ്തകത്തിൽ സമ്പൂർണ്ണ പവിത്രതയുടെ തിളങ്ങുന്ന മണി കാണുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീയതയാൽ തിളങ്ങുന്ന നയനങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. വാക്കിൽ മധുരത, വിശേഷത, അമൂല്യ വാക്കുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. കർമ്മത്തിൽ സന്തുഷ്ടത, വിനയം സദാ കാണുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹദ്യുതി പകർന്നിടവേ മാനസപൂവനീലാനന്ദഭരിതമാം നാദം
പരമധാമത്തിൽ പ്രശോഭിതമായി പരമദീപ്തിയിൽ മനമാഴ്ന്നിടവേ ആത്മലയത്തിൻ സ്പർശത്തിൻ സുഖനിമിഷം ആ നിമിഷം എത്ര ധന്യം സാഗര സ്പർശത്തിൻ സുഖനിമിഷം ബാബാ ശിവഗാബാ സ്നേഹദ്യുതി പകർന്നിടവേ